സാംസങ് ഗാലക്സി F62 എന്ന ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോൺ വരുന്നത് ഒരു മിഡ് റേഞ്ച് പ്രൈസ് സെഗ്മെൻറ്റിലാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സാംസങ് ഗാലക്സി F62 എന്ന ഫോണിൻ്റെ ടോട്ടലി ഒരു സ്പെസിഫിക്കേഷൻ ബേസിലുള്ള ഒരു റിവ്യൂ ആണ്. വീഡിയോയുടെ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലോട്ട്. ആദ്യം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ അമോൾഡ് പ്ലസ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 420 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. 393 പിക്സൽ പെർ ഇഞ്ചിൻ്റെ ഡെൻസിറ്റിയും ബോഡിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 218 ഗ്രാം വെയ്റ്റോട് കൂടി 9.5 mm തിക്നെസ്സോട് കൂടിയാണ് ഇതിൻ്റെ ബോഡി സൈസ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ബൾക്കിയായിട്ടുള്ള ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 200 ഗ്രാമിന് മുകളിലാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ 9.5 mm തിക്നെസ്സും ഈ ഫോണിന് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 64 മെഗാ പിക്സലിൻ്റെ f1.8 വരുന്ന ഒരു വൈഡ് ആംഗിളും 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിലും നമുക്ക് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 64 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയും 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇവർ സാംസങ് ഗാലക്സി F41 എന്ന ഫോണിൽ കൊടുത്ത അതേ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് വലിയ ഒരു ഇതൊന്നും പറയാനില്ല. സാധാരണ നമ്മൾ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കാണുന്ന ക്യാമറ തന്നെയാണ്. എങ്കിലും ഒരു മികച്ച ഒരു ഔട്ട്പുട്ട് തന്നെയായിരിക്കും. 4K ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതായാലും സാംസങ് എന്ന കമ്പനിയിൽ ഈ ഒരു ക്യാമറ ഒരു മികച്ച ഒരു ക്യാമറ തന്നെയായിരിക്കും. അതുകൊണ്ട് ക്യാമറയുടെ ഭാഗത്തും ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു ഡീസൻ്റ് ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ സാംസങ്ങിൻ്റെ തന്നെ Exynos 9825 എന്നൊരു ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. 7nm ചിപ്സെറ്റാണ്. ഒക്ടാ കോർ പ്രൊസസ്സറാണ്. മാലി G76MP12 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായി സാംസങ്ങിൻ്റെ തന്നെ സ്വന്തം UI ആയ One UI 3.0 ഇത് പ്രവർത്തിക്കുന്നത്. സാധാരണ സാംസങ്ങിൻ്റെ ഫോണുകളിലൊക്കെ കണ്ടത് സാംസങ്ങിൻ്റെ Exynos 9611 എന്ന പ്രൊസസ്സറായിരുന്നു. അതൊരു മികച്ച ഒരു പ്രൊസസ്സർ തന്നെയാണ്. മികച്ച ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും ഈ ഒരു പ്രൊസസ്സറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പെർഫോമൻസിൻ്റെ സൈഡിലും ഒരു മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ്. അതിനേക്കാളും കുറച്ച് ബെറ്ററായ പ്രൊസസ്സറാണ് എക്സിനോസിൻ്റെ ഈ ഒരു പ്രൊസസ്സർ. അതുകൊണ്ട് തന്നെ യാതൊരു ഇഷ്യൂസുമില്ലാതെ ഒരു സഫീഷ്യൻ്റായ പ്രൊസസ്സർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ 7000 mAh ഒരു ബിഗ് ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന് ഇത്രയും വെയിറ്റ് വരാൻ കാരണം. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ഭാഗം ഒരു മികച്ച ഒരു ബാറ്ററി തന്നെയാണ്. 7000 ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബാറ്ററിയാണ് 7000 mAh എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ഭാഗത്ത് യാതൊരു ഇഷ്യൂസുമില്ല. അങ്ങനെ ചെക്ക് ചെയ്യാനൊന്നുമില്ല. ഇതിൻ്റെ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെയായിരിക്കും ഇതിന് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, അതായത് പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. USB Type-C പോർട്ടാണ് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 3 കളർ വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. ലേസർ ഗ്രീൻ, ലേസർ ഗ്രേ, ലേസർ ബ്ലൂ. ഇത് നമുക്ക് 2 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. 6GB 128GB എന്ന വേരിയൻറ്റും 8GB 128GB എന്ന വേരിയൻറ്റുമാണ്. ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു മെയിൻ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ. സാധാരണ ഈ പ്രൈസ് റേഞ്ചിലൊന്നും അതങ്ങനെ കാണാറില്ല. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 23,999 രൂപയും 8GB 128GB എന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 24,999 രൂപയുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബേസിക്കലി സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒരു മികച്ച ഒരു ഫോൺ തന്നെയാണ്. 7000 mAh ബാറ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
മികച്ചൊരു ചൂസ് തന്നെയായിരിക്കും ഈ ഒരു ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓഫേഴ്സിലൊക്കെ വാങ്ങിയാൽ ഒരു മികച്ച ഒരു പ്രൈസിന് ഈ ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തതിന് ശ്രദ്ധിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.